ആരാ? ആരാണെന്നോ? നീ ചാകാൻ പോകുമല്ലടാ നരേന്ദ്ര. അതുകൊണ്ട് പറയാം, പാലപ്പടിക്കൽ സുധർമ്മയുടെ മോനാ ഞാൻ. ഞാനാ നിനക്ക് വേണ്ടി കൊട്ടേഷൻ ഏർപ്പാടാക്കിയത്. എന്നെ കൊന്നതുകൊണ്ട് നിനക്കെന്താ നേട്ടം? ഒരുപാട് നേട്ടങ്ങൾ ഉണ്ട് തമ്പി. അതൊന്നും പറയാൻ ഇപ്പൊ സമയമില്ല. ഗുഡ് ബൈ. ഇപ്പൊ വിശ്വാസമായോ? ഞാനവിടെ തിരിച്ചെത്തുമ്പോഴേക്കും ബാക്കി 1 ലക്ഷം കൂടെ വച്ചേക്കണം. അങ്കിളെ, ഡൺ. ഇത്തവണ നമ്മൾ ജയിച്ചു. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ തവണയും നമ്മുടെ വല പൊട്ടിച്ച് പോകാൻ നരേന്ദ്രൻ തമ്പി തിമിംഗലമൊന്നുമല്ല. എന്താ അമ്മു? നരേന്ദ്രനാണോ വിളിച്ചത്? ഞാൻ വിളിച്ചു നോക്കിയതാ. റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഫോൺ എടുക്കുന്നില്ല. പല പ്രാവശ്യം വിളിച്ചു, ഒരു മറുപടിയുമില്ല. കൽപ്പനയായിട്ടുള്ള വിലപേശൽ നടക്കുകയായിരിക്കും. ചിലപ്പോ അതുകൊണ്ടായിരിക്കും ഫോൺ എടുക്കാത്തത്. കടുംപിടുത്തത്തിനും വാക്കുതർക്കത്തിനും ഒന്നും രണ്ടുപേരും ഒട്ടും പിന്നിലല്ലോ. ഇനി എന്തെങ്കിലും അപകടം പറ്റി കാണുമെന്നാ എന്റെ പേടി. അല്ലെങ്കിൽ അമ്മ വിളിച്ചാൽ അങ്കിള് ഫോൺ എടുക്കാതിരിക്കില്ല, അത് തീർച്ചയാ. നരേന്ദ്രൻ അങ്ങനെ കണ്ണുടച്ച് അപകടത്തിൽ ചെന്ന് ചാടുവോ? നമ്മളോടൊന്നും വിട്ടു പറഞ്ഞില്ലെങ്കിലും കരുതലോടെ ആയിരിക്കും നരേന്ദ്രൻ പോയിരിക്കുന്നത്. അങ്കിളിനെ വിറ്റ കാശ് ആ കൽപ്പനയുടെ കയ്യിലുണ്ട്. അവൾ ആരാ മുതല്? അങ്കിള് മനസ്സിൽ കാണുമ്പോ അവള് മാനത്ത് കാണും. നരേന്ദ്രനോ എല്ലാ അടവും പഠിച്ചതല്ലേ, അത്ര എളുപ്പത്തിലൊന്നും ചതിയിൽ ചെന്ന് വീടില്ല. അങ്കിള് പക്ഷെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ജേട്ടനോ ദേവനോ കൂടെ ഉണ്ടായിരുന്നെങ്കില് നമുക്കൊരു ധൈര്യമായേനെ. ഇതിപ്പോ കൊല്ലാനും ചാകാനും മടിയില്ലാത്ത കൽപ്പനയുടെ അടുത്തോട്ടല്ലേ തനിച്ചു പോയിരിക്കുന്നത്. കൂട്ടത്തിൽ ചെല്ലാന്ന് ജേട്ടൻ കാല് പിടിച്ച് പറഞ്ഞതാ, കേക്കണ്ടേ?
നരേന്ദ്രൻ തമ്പി ഒറ്റയ്ക്കേ ഉള്ളൂന്നാ പറഞ്ഞത്. പക്ഷെ വിശ്വസിക്കാൻ പറ്റില്ല. അയാള് ചതിയനാ. സഹായികൾ ആരെങ്കിലും ചിലപ്പോൾ കാട്ടിനകത്ത് ഒളിച്ചിരിക്കുന്നുണ്ടാവും. इधर कोई नहीं है दीदी. चलो. दीदी ये देखो. क्या? அம்மா இந்த ரத்தத்தை பார்த்து இங்க ஒரு கொலை நடந்த மாதிரி இருக்கே. இந்த பாருங்க. दीदी എന്തോ കുഴപ്പമുണ്ട്. ഒരു തേർഡ് പാർട്ടി നമുക്ക് കുറുകെ ചാടിയിട്ടുണ്ട്. അവര് നരേന്ദ്രനെ എന്തോ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ കൊന്നു കളഞ്ഞിരിക്കാം. നാമ വന്നത് വേസ്റ്റ് ആയിടുമാ. അതുമാത്രമോ പ്രശ്നം. ഇനി ഇവിടെ നിൽക്കുന്നത് നമുക്ക് അപകടമാവും. എത്രയും വേഗം സ്ഥലം വിടണം. ഇനി അതേ നമുക്ക് ചെയ്യാനുള്ളൂ. എല്ലാവരും വന്ന് വണ്ടി കയറി. ക്യൂക്ക്. ഹലോ ചേട്ടാ, നമ്മൾ ജയിച്ചു. നരേന്ദ്രൻ തമ്പിയെ നമ്മൾ വകവരുത്തി. സത്യമാണോ ദേവ? പിന്നല്ലാതെ. ഇതുവരെ നമ്മൾ വെറും നടത്തിപ്പുകാർ മാത്രമായിരുന്നു. സ്വത്ത് മുഴുവൻ ഇനി നമ്മുടെതാ ചേട്ടാ. ഒന്നും രണ്ടുമല്ല, കോടാനുകോടി. അയാളുടെ പേരെന്താ? നീ പറഞ്ഞ വാടക കൊലയാളിയുടെ യതി. അവൻ നിഷ്പ്രയാസം പണിയൊപ്പിച്ചു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവനൊരു പ്രൊഫഷണൽ കില്ലറാണെന്ന്. എന്താ അവനുമായിട്ടുള്ള കരാറ്? അവനെ വിശ്വസിക്കാൻ കൊള്ളാവോ? അതോ തരം കിട്ടിയാൽ നമ്മൾ ചതിക്കൂ? 2 ലക്ഷം രൂപയും കോടതി ചെലവുമായ അഗ്രിമെന്റ്. അത് കൊടുത്താൽ അവൻ മിണ്ടാതിരുന്നോളും. അല്ലെങ്കിലും അവനും നമ്മളുമായിട്ട് നേരിട്ട് ഇടപാടൊന്നുമില്ലല്ലോ. നീ നേരിട്ട് അവനുമായിട്ട് ഒരു ഇടപാടും വേണ്ട.
കരാറും പണമിടപാടും ഒക്കെ ഹരീഷിന്റെയും ചന്ദ്രമോഹന്റെയും ഉത്തരവാദിത്വമാണ്. അഥവാ എന്തെങ്കിലും കുഴപ്പം സംഭവിച്ച കുറ്റം മുഴുവൻ ഹരീഷിന്റെയും ചന്ദ്രമോഹന്റെയും തലയിലേ വരാവൂ. നമ്മുടെ ജോലി അന്നേ കഴിഞ്ഞതാ. അത് ശരിയാ. വിജയകൃഷ്ണന്റെ കഥ കഴിച്ചതോടെ നമ്മുടെ ഉത്തരവാദിത്വം തീർന്നതാണല്ലോ. തറവാട് പണയം വെച്ച് വാങ്ങിയ 1.5 കോടി രൂപ തിരിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടി ഹരീഷും ചന്ദ്രമോഹനും ചേർന്ന് നരേന്ദ്രൻ തമ്പിയെ വകവരുത്തി. അല്ലാതെ നമുക്കിതിലൊന്നും ഒരു പങ്കുമില്ല. മനസ്സിലായല്ലോ? അതങ്ങനെ തന്നെയാണല്ലോ. ഇരയെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തതേ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. നീ ഇനി അവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് നിങ്ങൾ തിരിച്ചു പോരെ. മറ്റവന്മാരെയൊന്നും നോക്കണ്ട. അല്ലെങ്കിലും ഹരീഷും സംഘവും വേറൊരു വഴിക്ക് പോകാനാ ഉദ്ദേശം. യതി തിരിച്ചു വന്നാൽ ഉടനെ അവരവരുടെ വഴിക്ക് പോകും. അവന്മാരെന്താടാ വേറെ വഴിക്ക്? ആ വാൻ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയണ്ടേ? ഊട്ടിയിലോ കൊടൈക്കനാലിലോ കൊണ്ടുപോയി രാത്രിയിൽ ഏതെങ്കിലും കൊക്കയിൽ തള്ളാനാ അവരുടെ പരിപാടി. വാനും കൂടി ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ യാതൊരു തെളിവുമില്ല. അത് നല്ല ഐഡിയ. പക്ഷെ നീ ഇനി അവിടെ നിൽക്കണ്ട. ഹരീഷും സംഘവുമായിട്ട് ഇനി ഫോണിൽ പോലും ബന്ധപ്പെടുകയേ വേണ്ട. ശരിയേട്ടാ. ആ ഫോണും സിമ്മും ഏതെങ്കിലും പുഴയിൽ എറിഞ്ഞേക്ക്. എന്റെ ഫോൺ ഞാൻ നശിപ്പിച്ച് കളയാൻ പോവാ. ഓക്കെ. ഒന്നുകിൽ തമ്പിയെ ആരോ കൊന്നു, അല്ലെങ്കിൽ കീഴ്പ്പെടുത്തിയിട്ട് തട്ടിക്കൊണ്ടുപോയി. രണ്ടിലേതായാലും കുറ്റം നമ്മുടെ തലയിൽ വരൂ. സംഭവസ്ഥലത്തെ ചോരപ്രളയം കണ്ടിട്ട് ആള് ജീവനോടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഏതായാലും പോലീസ് നമ്മളെ തേടി വരുമെന്നുള്ളത് തീർച്ചയാ. ശീതളിനെ തട്ടിക്കൊണ്ടുപോയതും തമ്പിയെ ബന്ദിപ്പൂരിലേക്ക് വിളിച്ചു വരുത്തിയതും ഞാനാണെന്നുള്ളത് പകൽ പോലെ വ്യക്തമല്ലേ? അപ്പൊ പിന്നെ തമ്പിക്ക് എന്ത് സംഭവിച്ചാലും ആ കുറ്റവും നമ്മുടെ തലയിൽ തന്നെ വന്ന് വീഴും. നമുക്ക് എത്രയും പെട്ടെന്ന് ഒളിവിൽ പോണം. നിങ്ങളിൽ ഒരാൾ കൂടി എന്റെ ഒപ്പം നിൽക്കണം. ബാക്കിയുള്ളവർ മുമ്പേക്ക് മടങ്ങിക്കോ. എനിക്ക് ആ പെണ്ണിനെ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റില്ല. അവളാ നമ്മുടെ തുറുപ്പ് ചീട്ട്. ഇപ്പോഴത്തെ താവളത്തിൽ നിന്നും ശീതളിനെ മാറ്റണം. പോലീസ് ചിലപ്പോൾ തെരഞ്ഞു പിടിച്ചവിടെ എത്തിയെന്ന് വരും. സുരക്ഷിതമായ മറ്റൊരു സ്ഥലം കണ്ടുപിടിക്കണം. ദീദി, वो लड़की को मुंबई में लेके जाएंगे? നൈ, അത് പറ്റില്ല. എല്ലാ വഴികളും പോലീസ് അരിച്ചു പെറുക്കി പരിശോധിക്കും. ഫോട്ടോ ഉൾപ്പെടെ എന്റെയും ശീതളിന്റെയും എല്ലാ വിവരങ്ങളും ഇപ്പൊ തന്നെ പോലീസിന്റെ കയ്യിൽ കാണും. ആദ്യം നമുക്ക് രക്ഷപ്പെടാം. അതോടൊപ്പം തമ്പിക്ക് എന്ത് സംഭവിച്ചു എന്നും അറിയണം. നരേന്ദ്രൻ തമ്പി ചത്താൽ എന്റെ എല്ലാ പദ്ധതിയും പൊളിയും. ശീതളനെ കിഡ്നാപ്പ് ചെയ്തത് പോലും വെറുതെ ആവും. ആദ്യം നമുക്ക് സ്വന്തം രക്ഷ നോക്കാം. തും മുംബൈ ജൽദി ജാവോ. ഉമർ, കമോൺ. അങ്കിള് ഫോൺ എടുക്കുന്നില്ലോ. അമ്മ വിളിച്ചിട്ട് കിട്ടിയോ? ഇല്ല. റിങ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും അപകടം പറ്റിയതാണോന്നോ എന്റെ പേടി. അമ്മോ, നമുക്ക് പോലീസിലൊന്ന് അറിയിച്ചാലോ? എന്തിന്? വേണ്ട. വെറുതെ പോലീസിലൊക്കെ അറിയിച്ചിട്ട് അദ്ദേഹം വരുമ്പോ ഞാൻ വഴക്ക് കേൾക്കേണ്ടി വരും. അല്പം കഴിഞ്ഞിട്ടായാലും എന്നെ തിരിച്ചു വിളിക്കാതിരിക്കില്ല, ഉറപ്പാ. ഒറ്റയ്ക്ക് പോകണ്ടെന്ന് ഞാൻ ആവുന്നത്ര പറഞ്ഞു നോക്കിയതാ, കേട്ടില്ല. ഞങ്ങൾ പറയുന്നതിനൊന്നും നരേന്ദ്രന് തീരെ വിലയില്ല. അഹങ്കാരം അല്ലാതെന്താ? സ്വത്തിന് വേണ്ടി വിലപേശാനല്ലേ കൽപ്പന അങ്കിളിനെ വിളിച്ചിരിക്കുന്നത്. സ്വത്ത് വിട്ടുകൊടുക്കുന്ന കാര്യം പറയുമ്പോ അങ്കിള് മർക്കട ബുദ്ധി പിടിക്കും. ആ താടകയുമായിട്ട് അങ്കിൾ ഒത്തുതീർപ്പിലെത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറയുന്നൊന്ന് കേൾക്കാമോ? പോലീസിൽ അറിയിക്കുന്നതാണ് ബുദ്ധി. അങ്കിളിന് എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഫോൺ എടുക്കാതിരിക്കുവോ? ആപത്ത് സംഭവിച്ചോന്ന് ജേട്ടനോട് ആര് പറഞ്ഞു? അദ്ദേഹത്തിന് ഒരു കുഴപ്പവും വരില്ല. ഈ ബസ്സിലെ വാടി എന്നൊക്കെ പറഞ്ഞ കൊടും വനമാണെന്നാ കേട്ടിട്ടുള്ളത്.
അവിടെ വെച്ച് കൊന്നിട്ട് വനത്തിൽ കുഴിച്ചിട്ട് ആരറിയാനാ? ഒന്ന് നിർത്തുന്നുണ്ടോ? കൊല്ലുന്നതിന്റെ ചാവുന്നതിന്റെ കാര്യം മാത്രമേ നിങ്ങൾക്കൊക്കെ പറയാനുള്ളൂ. അമ്മു, ഞാനീ ദൈവത്തെ ഓർത്ത് എന്റെ അടുത്തൊന്ന് പോവോ? ഇങ്ങ് പോര് ചേട്ടാ. നമ്മള് സത്യം പറഞ്ഞാലും അതിന് പുല്ല് വില. കണ്ടറിയാത്തവനെ കൊണ്ടറിയുന്നല്ലേ. അറിയട്ടെ. ആ ഇത്രയും നേരമായിട്ടും എതിയെ കാണുന്നില്ലല്ലോടാ. സംഗതി നടത്തിയിട്ട് അവൻ സ്ഥലം വിട്ടോ? ഇവിടെ വന്ന് 1 ലക്ഷം രൂപ മേടിക്കാതെ അവൻ പോവും അങ്കിളെ. പുണ്യം കിട്ടാനൊന്നല്ലോ അവൻ തമ്പിയെ തട്ടിയത്. കാശിന് വേണ്ടിയല്ലേ? അവൻ തിരിച്ചു വരാതിരുന്നാൽ ഈ 1 ലക്ഷം നമ്മുടെ കയ്യിലിരുന്നേനെ. ഇത്ര കാക്രാന്ത പാടില്ല അങ്കിളെ. നരേന്ദ്രൻ തമ്പി ചത്തതോടെ 1.5 കോടി രൂപയുടെ കടം എഴുതിത്തള്ളിയ പോലെ ആയില്ലേ? ആ പ്രമാണം കൊണ്ടുപോയി മറ്റെവിടെങ്കിലും ഈട് വെച്ചാൽ 1.5 or 2 കോടി രൂപ ഇനിയും നമ്മുടെ കയ്യിൽ വരും. പണം കൊണ്ടെറിഞ്ഞാലേ പണത്തിൽ കൊള്ളൂ അങ്കിളെ. 2 കോടി രൂപ കയ്യിൽ കിട്ടിയാലേ 6 മാസം കൊണ്ട് അത് ഇരട്ടിക്കുന്ന വിദ്യ ഞാൻ കാണിച്ചു തരാം. ചുമ്മാ പോടാ. ഇരട്ടിയാക്കും പോലും. 6 മാസം കൊണ്ട് നീ അത് മുഴുവൻ പൊടിച്ച് കലക്കിക്കളി. കടലിൽ കായം കലക്കുന്ന പോലെ. അതിന് നീ എടുക്കണ. എടാ, നീ എതിയൊന്ന് വിളിച്ചു നോക്ക്. നമുക്ക് ഇന്ന് തന്നെ സ്ഥലം വിടണം. ഊട്ടിക്ക് പോകുന്നത് ആയിരിക്കും സേഫ് അല്ലെങ്കിലേ. വാൻ എവിടെയെങ്കിലും ഉപേക്ഷിക്കണ്ടേ? ഏതെങ്കിലും കൊക്കെത്തള്ളാം. എന്നിട്ട് നമുക്ക് ബസ് കയറി നാട്ടിൽ പോവാം. യതി വരാതെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ലല്ലോ. കിട്ടുന്നില്ലല്ലോ അങ്കിളെ. ഔട്ട് ഓഫ് കവറേജ് ഏരിയ ആണെന്ന്. കുറച്ചു മുമ്പ് വരെ നമുക്ക് അവനെ ഫോണിൽ കിട്ടിക്കൊണ്ടിരുന്നതല്ലേ. ഇപ്പൊ പിന്നെ എന്തു പറ്റി?
തുറക്കാൻ. ഹേയ്, വാതിൽ തുറക്കാൻ. എന്തായി കളിക്കുന്നേ? തുറക്കാൻ. വാതിൽ തുറക്കാൻ. ഏയ്, തുറക്കാൻ. തുറക്കാൻ.